നോക്കുകയാണ്. കാരണം കേരളത്തിന്റെ ഒരു സൗഹാർദ്ദാന്തരീക്ഷത്തെ ആകമാനം അപകടത്തിലാക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്ന് കാണാം. മറ്റൊരു വാർത്തയിലേക്കൊന്ന് പോട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED വ്യാപകമായ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉൾപ്പെടെ 21 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, N വാസു, മുരാരി ബാബു ഇവരുടെയൊക്കെ വീടുകളിൽ പരിശോധന നടക്കുന്നു. 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധനയിൽ പങ്കെടുക്കുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഈ സ്വർണ്ണത്തിന്റെ ഇടപാടുകളൊക്കെ ചെയ്തു കൊടുത്തവരാണ്. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ വീട്ടിലൊക്കെയും പരിശോധന നടക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സിജോ വി ജോൺ ഉണ്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന്. സനൂപ് ഉണ്ട് വാസുവിന്റെ വീട്ടിൽ നിന്ന്. ഫൈസൽ ആലപ്പുഴയിൽ നിന്നോടൊപ്പം ഉണ്ട്. തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ജോസി മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് ചേരുന്നു. ആദ്യം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഞാൻ പോകുന്നു. സിജോ വി ജോൺ, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ? രാവിലെ 7 മണിയോടുകൂടിയാണ് ED ഉദ്യോഗസ്ഥർ 21 ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉൾപ്പെടെയാണ് പരിശോധന ആരംഭിച്ചിരുന്നത്. പല സ്ഥലങ്ങളിലും എത്തിയപ്പോൾ അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തായിരുന്നെങ്കിൽ ആ സമയം സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ED ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ജീവനക്കാരെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഇപ്പോഴാണ് 10 മണിയോടുകൂടിയാണ് ഈ ഓഫീസ് സജീവമായി തുടങ്ങുന്നത്. ആ സമയത്തോടു കൂടിയാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. അല്പസമയം മുമ്പ് പൊതുമരാമത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ ഉൾപ്പെടെ പൊതുമരാമത്ത് വിഭാഗത്തിലാണുള്ളത്. അപ്പോൾ ഇത് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ ശേഖരിക്കുക, തെളിവുകൾ ശേഖരിക്കുക, രേഖകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. നേരത്തെ SIT ആണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദിവസങ്ങൾ നീണ്ടുന്ന പരിശോധന നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ അന്ന് ഈ SIT സംഘം ഇവിടുന്ന് എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ രേഖകൾ SIT തന്നെ EDക്ക് പലതും കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊള്ള സ്ഥിരീകരിക്കുന്ന കള്ളപ്പണത്തിൻ്റെ ഇടപാടുകൾ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളും തെളിവുകളും രേഖകളും ആവശ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ED സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടത്തുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനമാണ് ഇതിൻ്റെ ഈ രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം 2019-ലും 2025-ലും ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ നിർണായകമായ ഇടപാടുകൾ നടന്നിരിക്കുന്നത് ഈ രേഖകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നതെല്ലാം ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനം കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഈ പരിശോധനയ്ക്ക് വളരെ പ്രധാനമേറുകയും ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് തന്നെ N വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം കമ്മീഷണറുമാണ് N വാസുവിൻ്റെ പേട്ടയിലുള്ള വീട്ടിലുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലും പരിശോധന ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ മുരാരി ബാബുവിൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ തന്ത്രിയുടെ വസതിയിലൊക്കെ ഉൾപ്പെടെ പരിശോധനകൾ ഇപ്പോൾ നടത്തുകയും ചെയ്യുകയാണ്. തീർത്തും ആസൂത്രിതവും അതോടെ തന്നെ പ്രതികളെ സംബന്ധിച്ചോ അല്ല അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതവുമായ ഒരു നീക്കമായിരുന്നു EDയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. 21 ഇടങ്ങളിലാണ് ഒരേ സമയം അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരമാവധി തെളിവുകൾ ഇവിടുന്ന് കളക്ട് ചെയ്യുക, അതിനുശേഷം മറ്റു തുടർ നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, പ്രധാന പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ SIT തന്നെയാണ് ഹൈക്കോടതി അത് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച് ഇവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളിലേക്കും പരിശോധന പോവുകയാണ്. സാധാരണ രീതിയിൽ ഇത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന പണം ഇവരുടെ പേരിൽ വസ്തുവകൾ വാങ്ങുന്നതിന് ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം മറ്റ് ഇവരുടെ ബന്ധുക്കളല്ല സുഹൃത്തുക്കളൊക്കെ വഴിയാണ് വസ്തുവകൾ വാങ്ങുക, ബിസിനസ് ഇടപാടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അവരെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട്. ഇത് കള്ളപ്പണം കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഇവർ വാങ്ങിയിരിക്കുന്ന വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ അന്വേഷണ സംഘം വൈകാതെ തന്നെ കടക്കുകയും ചെയ്യും.